ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ പുതിയ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടത്, എല്ലാവരും വളരെ ഈ വീഡിയോ വേണം എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ആ തരത്തിലൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ്. എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്. ഉയ്യോ, വയർ എന്ത് വയറാണ്. ചിലവർക്ക് ശരീരം തീരെ കുറവായിരിക്കും, വയറ് ഭയങ്കര കൊടവയറായിരിക്കും, അടിവയറാണെങ്കിലും മേൽവയറാണെങ്കിലും. അപ്പൊ ഈ വയർ ഇങ്ങനെ നിൽക്കുന്നത് മൂലം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഇടാനോ ഒന്നും പറ്റുന്നില്ല, അല്ലെ? ഇപ്പം സാരി ആണെങ്കിൽ തന്നെ സാരി ഉടുത്തു കഴിയുമ്പോൾ ദാ ഇങ്ങനെ നിൽക്കും, അല്ലെങ്കിൽ ചുരിദാറാണെങ്കിലും ചുരിദാർ ഇടുമ്പോഴും ദാ ഇങ്ങനെ നിൽക്കും. ഞാനും വയറിനൊട്ടും കുറവല്ല, എങ്കിലും ഞാൻ പറയാണ്. അപ്പൊ ആ വയറ് കുറയ്ക്കണം എന്ന ആഗ്രഹം ഉള്ളവർ എല്ലാവരും തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ വയറൊക്കെ നന്നായിട്ട് ഒട്ടി. ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചക്കകം ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ശരിക്കറിയാനായിട്ട് പറ്റും. വയറൊക്കെ നന്നായിട്ട് ഒട്ടി നല്ല ആലില വയറ് പോലെ ആകും. പിന്നെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഡ്രസ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ധരിക്കാനായിട്ട് പറ്റും. 2-3 ചെറിയ കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് ഈ കൊടവയറാനൊക്കെ ഒട്ടി നല്ല ഭംഗിയുള്ള വയറായിട്ട് വരും. പക്ഷേ നമ്മൾ അതിന് ഒരു ശക്കലം നേരം മെനക്കെടുക മാത്രം. അത് വലിയ മെനക്കേടൊന്നും അല്ല. എല്ലാവരും എന്ത് സമയങ്ങൾ ഓരോന്നിന് വേണ്ടിയിട്ട് കളയുന്നത്. ഇതിനങ്ങനെ ഒന്നും മെനക്കെടേണ്ട കാര്യമില്ല. കുറച്ച് കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ നല്ല വിശേഷം നമുക്ക് എന്താണെന്നൊന്ന് കണ്ടു നോക്കാം. ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുന്നേ നമുക്ക് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പം വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ആ കുളിക്കാൻ പോകുന്നതിന് മുന്നായിട്ടാകുമ്പോഴത്തേക്കും ഇത് നല്ല സൗകര്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. കുളിക്കുന്നതിന് മുന്നേ ചെയ്യുവാണെങ്കിൽ കുളിക്കാൻ പോകത്തില്ല. അപ്പൊ ജസ്റ്റ് നമ്മൾ എണ്ണയൊക്കെ ഒരുപാടൊന്നും തേച്ചില്ലെങ്കിലും കുറച്ചൊക്കെ എണ്ണ തേക്കുന്നവരായിരിക്കുമല്ലോ എല്ലാവരും. അല്ലെങ്കിൽ ചിലവരൊക്കെ ആണെങ്കിൽ കുഴമ്പൊക്കെ തേക്കുന്നവരായിരിക്കും. എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും നമുക്കിത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കുഴമ്പ് തേക്കുന്നവരാണെങ്കിൽ കുഴമ്പോ എന്തെങ്കിലും ആകട്ടെ എടുത്തിട്ട് നമ്മുടെ വയറിലൊന്ന് ഈ വയറ് ഫുള്ളൊന്നിങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. മനസ്സിലായല്ലോ? വെളിച്ചെണ്ണ തേക്കുന്നവർ വെളിച്ചെണ്ണ, കുഴമ്പ് തേക്കുന്നവർ കുഴമ്പ്, എന്താണെങ്കിലും നമ്മുടെ വയറ് ഫുള്ളൊന്ന് ഇങ്ങനെ അടിവയറും മേൽവയറിലും കൂടെ നന്നായിട്ടൊന്ന് പെരട്ടി കൊടുക്കുക. പെരട്ടി കൊടുത്തതിന് ശേഷം നമ്മുടെ വലത്തെ കൈ നമ്മുടെ വയറിലൊന്ന് അമക്കി വെക്കുക. ഏത് കൈയാണ് നമ്മൾ വയറിൽ അമക്കി വെക്കേണ്ടത്? നമ്മുടെ വലത്തെ കൈ വയറിൽ അമക്കി വെക്കുക. കുറച്ച് അമക്കി വെക്കുക. ഭയങ്കരമായിട്ട് ശക്തി പിടിച്ചങ്ങനെ അമക്കി വെക്കണം എന്നല്ല പറയുന്നത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ ഇടത്തെ കൈ ഈ വലത്തെ കൈയുടെ മേളിലോട്ട് ദാ ഇങ്ങനെ വെച്ചു കൊടുക്കുക. കാണുന്നുണ്ടല്ലോ നിങ്ങൾ? ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് വയറിനെ ദാ ഇങ്ങനെ മൊത്തമായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് 10 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക. എത്ര പ്രാവശ്യം ചെയ്യുന്നതെന്ന് അറിയാലോ? 10 പ്രാവശ്യം ദാ ഇങ്ങനെ വയറ് ഫുള്ള് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ക്ലോക്ക് വേസിലും ആന്റി ക്ലോക്ക് വേസിലും വേണം ഇത് ചെയ്തു കൊടുക്കാം. 10 പ്രാവശ്യം ഇങ്ങനെ ചെയ്തെങ്കിൽ 10 പ്രാവശ്യം ദാ നമ്മൾ ഇങ്ങനെ തിരിച്ചും ചെയ്തു കൊടുക്കുക. കൈ ഒന്ന് പ്രസ് ചെയ്ത് വേണം ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ. മനസ്സിലായല്ലോ? 10 പ്രാവശ്യം ഇങ്ങോട്ട്, 10 പ്രാവശ്യം ഇങ്ങോട്ട്. അപ്പൊ എത്ര പ്രാവശ്യമായി? 20 പ്രാവശ്യമായി. വീണ്ടും നമ്മള് 10 പ്രാവശ്യം ഇങ്ങോട്ട്, 10 പ്രാവശ്യം ഇങ്ങോട്ട്. അപ്പൊ എത്ര പ്രാവശ്യമായി? 40 പ്രാവശ്യമായി. വീണ്ടും നമ്മള് ഇതുപോലെ തന്നെ ചെയ്യുക. 10 പ്രാവശ്യം ഇങ്ങോട്ടും, 10 പ്രാവശ്യം ഇങ്ങോട്ടും. ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ്, അങ്ങനെ 60 പ്രാവശ്യം മാത്രം ചെയ്യുക. പിന്നെ ആദ്യം ചെയ്യുമ്പോൾ ഇതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ബുദ്ധിമുട്ടുള്ളവരൊക്കെ കാണുമല്ലോ, കൈക്കൊക്കെ വേദനയുള്ളവരും അങ്ങനെയൊക്കെ കാണും. അങ്ങനെയൊക്കെ ഉള്ളവര് ഇത്രയും ചെയ്യണ്ട, എണ്ണം കുറച്ച് ചെയ്യുക. എണ്ണം കുറച്ച് ചെയ്യുക. എനിക്കിപ്പോ ഇങ്ങനെ 60 എണ്ണം
ഒറ്റ പ്രാവശ്യത്തിൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ കൈക്കൊക്കെ വേദനയുള്ളവരൊക്കെ കാണും. അങ്ങനെയുള്ളവര് നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിലുള്ളത് ചെയ്യുക. എത്ര എണ്ണം ചെയ്യാൻ പറ്റും അത്ര എണ്ണം മാത്രം ചെയ്യുക. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഒരു 2 ആഴ്ച ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല വ്യത്യാസം അറിയാനായിട്ട് പറ്റും. കുളിക്കുന്നതിന് മുന്നേ ആകുമ്പോഴത്തേക്ക് നമ്മൾ എണ്ണയൊക്കെ പുരട്ടുകയല്ലേ, അപ്പം ആ ജസ്റ്റ് എണ്ണ വരലോട്ട് പുരട്ടി നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സൈഡിൽ ഇങ്ങനെ പിടിക്കുക. വയറിന്റെ സൈഡിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് വയറ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് താങ്ങി പുക്കളിന്റെ അവിടെയോട്ടൊന്ന് ഇങ്ങനെ കൊണ്ടുവരിക. മനസ്സിലായല്ലോ? ഒന്നുകൂടെ പറയാം. വയറിന്റെ ഈ സൈഡ് ഉണ്ടല്ലോ, വയറിന്റെ ഈ സൈഡിൽ ഒന്ന് ഇങ്ങനെ താങ്ങിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഈ പുക്കളിന്റെ സൈഡിലോട്ടൊന്ന് കൊണ്ടുവരിക. മനസ്സിലായല്ലോ? പിന്നെ ഈ താഴേന്ന് വയറിനെ ഒന്ന് താങ്ങി പൂക്കളിന്റെ അവിടെ എത്തുന്ന കൊണ്ടുവരിക. അപ്പൊ ഇങ്ങനെ ചെയ്യുക, പിന്നെ ഇങ്ങനെ ചെയ്യുക. അത് 1 2 അങ്ങനെ ചെയ്യുക. 1 2. മനസ്സിലായല്ലോ? ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ താങ്ങി പൂക്കളിന്റെ ഇവിടെ ഇട്ട് കൊണ്ടുവരിക, പിന്നെ താഴേന്ന് ഇങ്ങനെ താങ്ങി പൂക്കളിന്റെ ഇവിടെ ഇട്ട് കൊണ്ടുവരിക. അതും നിങ്ങൾക്ക് പറ്റുന്ന അത്രയും നിങ്ങൾ ചെയ്യുക. മനസ്സിലായല്ലോ? ഈ 2 എക്സസൈസ് മനസ്സിലായല്ലോ? ഇത് നമ്മുടെ വയറ് കുറയാനായിട്ട് നല്ലൊരു കാര്യമാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നമ്മളൊരു കസേര എടുക്കുക. കസേര എടുത്തിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഇരിക്കുക. ഇരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ കാല് നിലത്ത് മുട്ടുന്ന രീതിയിലുള്ള കസേരയിൽ വേണം നമ്മൾ ഇരിക്കാനായിട്ട്. ചില ഒരുപാട് പൊക്കമുള്ള കസേര എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊക്കമില്ലാത്തവരുടെ അവസ്ഥ പറയുകയും വേണ്ട, കാല് നിലത്ത് മുട്ടില്ല. അപ്പൊ കാല് നിലത്ത് സേഫ് ആയിട്ട് മുട്ടിയിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഇരിക്കാനായിട്ട്. എന്നിട്ട് കൈ നമ്മൾ ജസ്റ്റ് നമ്മുടെ തൊടയുടെ മേളില് കൈ ഇങ്ങനെ വെച്ചു കൊടുക്കുക. കാണാൻ മേലെ നിന്ന് ഫോണൊന്ന് കുരിച്ചു വെക്കാം കേട്ടോ. ഇങ്ങനെ ഇരിക്കുക, തൊടയുടെ മേളിൽ ഇങ്ങനെ കാല് വെക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ശ്വാസം മേളിലോട്ട് എടുക്കുക. ഇങ്ങനെ എടുക്കുക. മനസ്സിലായ? ശ്വാസം മേളിലോട്ട് എടുക്കുക. എന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് ഇങ്ങനെ കുനിയണം. ആ കുനിഞ്ഞിട്ട് 10 എണ്ണുന്നിടം വരെ അങ്ങനെ കുനിഞ്ഞിരിക്കുക. മനസ്സിലായല്ലോ? ശ്വാസം മേളിലോട്ട് എടുക്കുക. എടുക്കാൻ ഞാൻ ശ്വാസം വിട്ടോട് താഴോട്ട് കുനിയുക. 1 2 3 4 5 6 7 8 9 10. എന്നിട്ട് ഇങ്ങനെ കുനിഞ്ഞിട്ട് വീണ്ടും ശ്വാസം എടുത്തോണ്ട് ഇനി വരിക. മനസ്സിലായല്ലോ? ആദ്യം നമ്മുടെ തൊടയില് കൈവച്ചിട്ട് ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടോണ്ട് നമ്മളിങ്ങനെ കുനിഞ്ഞിങ്ങനെ വരിക. എന്നിട്ട് 10 എണ്ണുന്നിടം വരെ നമ്മൾ ഇങ്ങനെ ഇരിക്കുക. ശരിക്കും മാക്സിമം കുനിയുക. കുനിയുമ്പോൾ നമ്മുടെ വയറ് ഈ തൊടയില് പ്രസ്സാകണം. ചിലവർക്ക് അങ്ങനെ കുനിയാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് ശരിക്കും പറ്റുന്നുണ്ട് കേട്ടോ, എനിക്ക് പറ്റുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ വയറ് ഈ തൊടയില് പ്രസ്സാകുന്ന രീതിയിൽ കുനിഞ്ഞിരിക്കുക. 10 എണ്ണുന്നിടം വരെ ഇരിക്കുക. മനസ്സിലായല്ലോ? അപ്പൊ വയറ് നമ്മുടെ ശരിക്കും അകത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? വീണ്ടും നമ്മൾ ചെയ്യുക. നമ്മൾക്ക് എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റുന്നോ, വളരെ വിഷമിച്ചൊന്നും ചെയ്യരുത്, പറ്റുന്നോ അത്രയും പ്രാവശ്യം മാത്രം നിങ്ങളൊന്ന് ചെയ്യുക. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, വയറ് തൊടയിൽ പ്രസ്സാകണം. നമ്മൾ ഇങ്ങനെ കുനിയുമ്പോഴത്തേക്കും നമ്മുടെ വയറ് ഈ തൊടയിൽ ഇങ്ങനെ പ്രസ്സാവും. മനസ്സിലായല്ലോ? അങ്ങനെ പ്രസ്സാകണം. പ്രസ്സാകുമ്പോഴത്തേക്കാണ് നമ്മുടെ വയറ് കുറയുന്നത്. നിങ്ങൾ ദിവസവും ചെയ്യുക. നിങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റുന്നോ അത്രയും മാത്രം ചെയ്യുക. അല്ലാണ്ട് ആരും ഭയങ്കര കഷ്ടപ്പെട്ട് ശ്വാസമുട്ടുള്ളവരൊന്നും കഷ്ടപ്പെട്ട് ശ്വാസം പിടിച്ചു നിർത്തി ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ ഈ 3 കാര്യങ്ങളും നിങ്ങൾ എല്ലാ ദിവസവും ചെയ്തു കഴിഞ്ഞാല് ഒരു 15 ദിവസം, അതായത് 2 ആഴ്ച ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ വയറ് നന്നായിട്ട് കുറയും. ഞാൻ പക്ഷെ എന്നും ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് തടി ഉണ്ടെങ്കിൽ വയറുണ്ടില്ലെന്ന് ഞാൻ പറയത്തില്ല, എന്നാലും എന്റെ ഈ തടിക്കൊത്ത വയറ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം സാരി ഉടുക്കുമ്പോഴൊന്നും എനിക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നുന്നില്ല. ഇത് ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. 15 ദിവസമൊന്നും ആയിട്ടില്ല, കുറച്ച് ദിവസമായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. കുറച്ച് വയറ് കുറയട്ടെ എന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ ചുരിദാറൊക്കെ ഇടുമ്പോഴത്തേക്കും നമ്മൾ ക്രിസ്മസ് ഫാദറിനെ പോലെ ഇരിക്കും, ഇങ്ങനെ വയറ് നിൽക്കും. അതുകൊണ്ട്
ഞാനും ഇപ്പൊ ചെയ്യുന്നുണ്ട്. 15 ദിവസമാകുമ്പോൾ ശരിക്കും മാറ്റം അറിയാനായിട്ട് പറ്റും കേട്ടോ. വയറ് കൂടുന്നവരൊക്കെ ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ നമ്മുടെ വയറ് കുറച്ചെടുക്കാൻ പറ്റും. 2 ആഴ്ച കൊണ്ട് നമ്മളിങ്ങനെ വയറൊക്കെ ഒട്ടി നല്ല ഭംഗിയുള്ള വയറായിട്ട് വരും. ഒരാളൊരു പറയത്തില്ലേ, അവിടെ ആലിലെ വയറാന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ആവും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. വെറുതെ നിസ്സാരമായിട്ടുള്ള സമയം, നമ്മൾ എത്രയോ സമയം വെറുതെ കളയുന്നു. ഫോണിൽ തോണ്ടി 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 നമ്മൾ എത്ര സമയം വെറുതെ കളയുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതൊന്ന് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരവും നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പൊ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമന്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുക. പുതുതായി ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.